ഇവിടെ ഒരു ലേഡി തന്റെ മകനൊരു ഉമ്മ കൊടുത്തതും കുഴഞ്ഞു വീണ് മരിക്കുന്നു. പക്ഷെ ആ കുട്ടി പാനിക്കാവാതെ കാഷ്വലായി അമ്മയെ തൊട്ടുണർത്താൻ ശ്രമിക്കുന്നു. കാരണം സാമിന് ഒരു പവർ ഉണ്ട്. മരിച്ചുപോയ എന്തിനേയും അവൻ തൊട്ടാൽ അത് പൂർവ്വസ്ഥിതിയിലാവും. ഓൾറെഡി മരിച്ചുപോയ അമ്മയെ തന്റെ പവർ യൂസ് ചെയ്ത് അവൻ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷെ അവൻ തിരിച്ചു കൊണ്ടുവന്ന വസ്തുക്കൾ അവൻ വീണ്ടും തൊടുമ്പോൾ എന്നേക്കുമായി ഇല്ലാതാവുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷമാണ് അവൻ അക്കാര്യം മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഒറ്റയ്ക്ക് ജീവിച്ചവൻ വളർന്നപ്പോൾ ഒരു പൈമേക്കറായി മാറുന്നു. അവന്റെ പവർ യൂസ് ചെയ്ത് ചീത്തയായ ഫ്രൂട്ട്സ് പഴയതുപോലെ ആക്കി അത് വെച്ച് പൈ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ദിവസം വേസ്റ്റ് കളയാൻ പോയപ്പോൾ ഒരു ക്രിമിനൽ മുകളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ച് ഇവന്റെ ദേഹത്തെ ടച്ച് ചെയ്തതും ജീവൻ തിരിച്ചു വരുന്നു. ഒന്നും മനസ്സിലാവാതെ അവൻ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുന്നു. അപ്പോൾ സാം തന്റെ സീക്രട്ട് പുറത്താവുമെന്ന് വിചാരിച്ച് അവനെ വീണ്ടും തൊടുന്നു. ഇതെല്ലാം ആ ക്രിമിനലിനെ ഫോളോ ചെയ്ത് വന്ന ഓഫീസർ കാണുന്നു. അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നുന്നു. സാമിന്റെ പവർ യൂസ് ചെയ്ത് കുറ്റവാളികളെ കണ്ടുപിടിക്കാമെന്ന് തീരുമാനിക്കുന്നു. അതിനായി അവർ സാമിന്റെ പവർ യൂസ് ചെയ്ത് ഡെഡ് ബോഡീസിന് ജീവൻ കൊടുത്ത് സത്യം ചോദിച്ചറിഞ്ഞിട്ട് വീണ്ടും അവരെ തൊടുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ സാമിന് ഒത്തിരി കാശ് കിട്ടുന്നത് കൊണ്ട് തന്റെ ജോലി മതിയാക്കി ഇതൊരു സ്ഥിരം ജോലിയാക്കി മാറ്റുന്നു.